ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ്. അനോസോപ്നോസിയ എന്ന് പറയും. ഈ അവസ്ഥയിൽ ഇത് സംഭവിച്ചിരിക്കുന്ന ആൾക്ക് തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ തൻ്റെ രോഗം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയോ ഒരു അവയർനെസ്സോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് അവർക്ക് വേദനയോ എന്തെങ്കിലും അവരൊരു സിംറ്റം പറയും. നമ്മൾ പലവിധ ടെസ്റ്റുകൾക്ക് അവരെ വിധേയമാക്കാൻ സഹായിക്കും, അങ്ങനെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. മാനസിക രോഗം, സ്കിസോഫ്രേനിയ, ബൈപ്പോളാർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ഒരവസ്ഥ കണ്ടുവെന്ന് വരാം. ഇത് നാഡീ സംബന്ധമായ ഒരു രോഗമാണ്. എന്നാൽ ഇവർക്ക് രോഗമില്ല, ഇവർ രോഗിയല്ല എന്ന് പറയുന്നത് മനഃപൂർവ്വമൊന്നുമല്ല. തലച്ചോറിനേറ്റ ക്ഷതം വരാം, ഫ്രണ്ടൽ ലോബിനുണ്ടാകുന്ന ശക്തി കുറവും ഒക്കെ ആകാം. ഇവരുടെ വൈകാരികമായ മാനസിക നില എന്താണെന്ന് അവർക്ക് സംബന്ധിച്ചോളം അവർക്കറിയില്ല. അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നോ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നോ കടമ എന്താണെന്നോ അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇങ്ങനെയുള്ള ഒന്നും അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വൈകാരികമായ ഒരു സ്റ്റേബിൾ അല്ലാത്തത് കാരണം ജീവിക്കാൻ തന്നെ ആഗ്രഹമുണ്ടോ, പതിവിൽ കൂടുതൽ ആങ്സൈറ്റി ഉണ്ടോ, ഇതൊന്നും അവരെക്കാൾ സംബന്ധിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം മാനസികമായി എന്തെങ്കിലും തരത്തിലൊരു വൈകല്യം തോന്നുന്നത് മനസ്സിലാക്കാൻ അവരുമായി സഹകരിക്കുന്നവർക്ക് സാധിക്കും. അവരുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ അടുത്ത് പെരുമാറുന്നവർക്കോ ഇവർക്ക് എന്തോ എവിടെയോ കുഴപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അവരെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കും. ഇത്തരം ആങ്സൈറ്റി അവരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചികിത്സയ്ക്ക് എന്തായാലും വരില്ല, നോ എന്നേ പറയുള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് മനസ്സിലാകുമല്ലോ, അപ്പോൾ എത്രയും വേഗം ഇവരെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണം, അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കൂ.